ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വോട്ടുചോരി ആരോപണം ഉന്നയിക്കുകയും അതിനുശേഷം ബീഹാറിൽ വലിയ റാലികൾ നടത്തി കോൺഗ്രസ് ബീഹാറിലെ പ്രധാന ശക്തിയാണെന്ന് തെളിയിക്കുകയും ചെയ്തു. പിന്നീട് അതിന് പിന്തുണയായി മാധ്യമങ്ങൾ രംഗത്തെത്തി. രാഹുൽ ബീഹാർ ഇളക്കി മറിച്ച് BJP-യെ പരാജയപ്പെടുത്താനായി, JDU-വിനെ പരാജയപ്പെടുത്താനായി രംഗത്തിറങ്ങുന്നു എന്ന രീതിയിലുള്ള വലിയ പ്രചരണങ്ങളായിരുന്നു. അത് കണ്ട് കേരളത്തിലെ ചില കോൺഗ്രസ് അനുഭാവികളും BJP വിരുദ്ധരുമെല്ലാം വലിയ രീതിയിൽ കൈയടിക്കുന്നത് കണ്ടു. പക്ഷെ കാര്യത്തോടടുത്തപ്പോൾ, തിരഞ്ഞെടുപ്പിനോടടുത്തപ്പോൾ കോൺഗ്രസിനെ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് RJD. ഒരു വിലയുമില്ല, പുല്ല് വില നൽകിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിക്ക്. ഇദ്ദേഹം എന്തിനാണ് ആ ബീഹാറിന്റെ മുക്കിലും മൂലയിലും യാത്ര ചെയ്ത് ആ സമയം നഷ്ടപ്പെടുത്തിയതെന്ന് എല്ലാവരും ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ആ സമയമുണ്ടെങ്കിൽ ഏതെങ്കിലും മലേഷ്യയിലോ അതോടൊപ്പം തന്നെ പട്ടായയിലോ 2 യാത്ര ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും പ്രയോജനപ്പെട്ടനെ. ഇത് ബീഹാറിൽ അനാവശ്യമായ ഒരു യാത്രയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതിനിപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നു ഉദാഹരണം, ഇന്ത്യ മുന്നണിയുടെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് നാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ RJD ആണ്. തേജസ്വി യാദവ് ആണ്. അവിടെ മുൻകാലങ്ങളിലും ഉപമുഖ്യമന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ 2020 അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രി ആകേണ്ടത്. അന്ന് തല്ലുകൂടി കോൺഗ്രസ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുകയും ആ സീറ്റുകളെല്ലാം ദയനീയമായി പരാജയപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലായിരുന്നു അന്ന് RJDക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടമായത്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയോടെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് RJD കോൺഗ്രസിനെ കൈകാര്യം ചെയ്തത്. അടുപ്പിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ പ്രതിപക്ഷ നേതാവാണ്, നരേന്ദ്രമോദിയെ നാളെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് വോട്ടുചോരി ആരോപണം, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മറച്ചിടും, അതോ അങ്ങ് സുപ്രീം കോടതിയെ മറച്ചിടും, ഇന്ത്യയെ മറച്ചിടും, അതോടൊപ്പം തന്നെ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും പോയി ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുക, സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുക, അതെല്ലാം കണ്ട് ജനങ്ങൾ കൈയടിച്ച് തനിക്ക് പുറകിൽ അണിനിരക്കുമെന്നായിരുന്നു രാഹുൽ ഗാന്ധി കരുതിയത്. പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു, തമ്മിലടി, ഒരു പരിഗണനയും ലഭിച്ചില്ല. കഴിഞ്ഞ തവണ 73 ആണെങ്കിൽ ഇന്ന് 10ലധികം സീറ്റുകൾ കുറച്ചാണ് നൽകിയിരിക്കുന്നത്. അതിൽ പലയിടങ്ങളിലും ഈ പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ തമ്മിൽ തന്നെ മത്സരമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ 19 ആണെങ്കിൽ ഈ തവണ അതിനേക്കാൾ കുറവിലേക്ക് പോകാനാണ് സാധ്യത. നാം ഓർക്കണം, ഇത്രയും ഇന്ത്യയിൽ സംസാരമായെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു. ഇൻസ്റ്റാഗ്രാമിലെല്ലാം എനിക്ക് എന്തോരം ഫോളോവേഴ്സ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് അനുയായികൾ പറയുന്നു, ഇൻസ്റ്റാഗ്രാമെല്ലാം രാഹുൽ ഗാന്ധി കീഴടക്കി അവിടെ BJP-യെ തറപറ്റിച്ചു. അപ്പോൾ അതിൽ മാത്രമായിരിക്കും, സമൂഹ മാധ്യമങ്ങളിൽ മാത്രമായിരിക്കും താങ്കൾക്ക് തറപറ്റിക്കാൻ കഴിയുക. പക്ഷെ മണ്ണിലിറങ്ങി, തറയിലിറങ്ങി പ്രവർത്തിക്കുമ്പോൾ പരാജയമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, RJDക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. അത് സ്വാഭാവികം. പക്ഷെ ഉപമുഖ്യമന്ത്രി ആയിട്ടെങ്കിലും ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയാണല്ലോ കോൺഗ്രസ്. അപ്പോൾ ഉപമുഖ്യമന്ത്രി ആയിട്ട് ആ സ്ഥാനത്തെങ്കിലും ഈ ഒരു കോൺഗ്രസ് നേതാവിനെ പരിഗണിക്കാമായിരുന്നു. രണ്ട് ചുമതലകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്ന്, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തേജസ്വി യാദവും ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ്സുകാരനെ അല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെയുള്ള ഒരു പ്രാദേശിക പാർട്ടിയായ, ഇപ്പോൾ പുതുതായി രൂപം കൊണ്ട് അവിടെ വളർന്നു വരുന്ന ഒരു പാർട്ടിയായ VIP പാർട്ടിയുടെ മുകേഷ് സഹാനിയാണ് അവിടുത്തെ മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പിന്നോക്ക വിഭാഗത്തിനിടയിൽ വലിയ സ്വാധീനമുണ്ട്. അതിവേഗം വളരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് നൽകുന്ന പരിഗണന പോലും ഈ രാഹുൽ ഗാന്ധിക്ക് താനെന്തോ വലിയ ഇന്ത്യയിലെ മുഖമായി മാറിയിരിക്കുന്നു, കോൺഗ്രസ് ആണ് ഇന്ത്യയിൽ BJP-യെ തറപറ്റിക്കാൻ ആകെയുള്ള പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിന് ഒരു പരിഗണന ലഭിച്ചിട്ടില്ല. പിന്നീട് പട്നയിലുടനീളം, ബീഹാറിലുടനീളം വലിയ രീതിയിൽ പോസ്റ്റുകൾ നിറയുകയാണ്. അതിൽ രാഹുൽ ഗാന്ധിയെ കാണാനില്ല, കോൺഗ്രസിനെ കാണാനില്ല, നേതാക്കളെ ഒന്നും കാണാനില്ല. കോൺഗ്രസ് ഇപ്പോൾ ബീഹാറിന്റെ ഏതോ ചവറ്റുകുട്ടയിൽ കിടന്ന് നീറുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരാജയം സംഭവിച്ചു കഴിഞ്ഞു. നാം മറിച്ച് അവിടെ ഒരു വിജയം കൊയ്യുന്നത് ഓർത്ത് നോക്കൂ. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഇന്ത്യ മുന്നണിക്ക് വലിയ വിജയം കൊയ്തിരുന്നെങ്കിൽ ആസാമിലും കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കമുള്ള പല പ്രധാന സംസ്ഥാനങ്ങളിലും അവർക്ക് വലിയ ഊർജം ലഭിക്കുമായിരുന്നു. പക്ഷെ ഇത് ബീഹാറിലെ പരാജയം BJP-ക്ക് വലിയ ഉണർവ് നൽകും, കേന്ദ്ര സർക്കാരിന് വലിയ സുരക്ഷിതത്വം നൽകും, അവർക്ക് പ്രതിസന്ധി ഇല്ലാതാകും. കാരണം TDP-യുമായി ബന്ധപ്പെട്ട് ചന്ദ്രബാബു നായിഡുവിന്റെ ലക്ഷ്യം ആന്ധ്രയിലെ മുഖ്യമന്ത്രി സ്ഥാനമാണ്. ഇനി അദ്ദേഹം 5 വർഷം അവിടെ മുഖ്യമന്ത്രി ആയിരിക്കും. അദ്ദേഹത്തിന് അവിടെ ഒരു പ്രതിസന്ധിയുമില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്ന പ്രതിസന്ധിയിലായ ഒരു സംസ്ഥാനം ബീഹാറാണ്. അപ്പോൾ ബീഹാറിലും ഈ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ കേന്ദ്ര ഭരണത്തിനും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ സംഭവിക്കില്ല. മറിച്ച് കോൺഗ്രസിലേക്ക് വരുമ്പോൾ
ബീഹാറിൽ തോറ്റ് തുടർ പരാജയങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പരാജയമാണ്. ബീഹാറിലും പരാജയപ്പെടുന്നതുകൂടി തന്നെ അണികൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു ആവേശം തന്നെ കുറയും. പ്രത്യേകിച്ച് ആസാമിലെല്ലാം കോൺഗ്രസിന് വലിയ പ്രതീക്ഷയുള്ളതാണ്. ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെടും. അവിടെ ഉത്തരേന്ത്യയിൽ പൂർണ്ണമായി തന്നെ BJP-യോടൊപ്പം നിൽക്കുന്ന ഒന്നെങ്കിൽ BJP ഭരിക്കും, അല്ലെങ്കിൽ BJP-യോടൊപ്പം നിൽക്കുന്നവർ ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. കേരളത്തെ സൂചിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ തമ്മിലടിയാണ്. ഒരു നേതാവ് മാറുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ രമേശ് ചെന്നിത്തലയും ശശി തരൂരുമായിരുന്നു മുഖ്യമന്ത്രി കസേരയുമായി ബന്ധപ്പെട്ട് തർക്കം. പിന്നീട് രമേശ് ചെന്നിത്തലയും VD സതീശനുമായി തർക്കം. VD സതീശനുമായി തർക്കിക്കുമ്പോൾ അതിനിടയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷ് കടന്നു വരും, ദളിത് പ്രാതിനിധ്യം. അതിനിടയ്ക്ക് പിന്നോക്ക പ്രാതിനിധ്യവുമായി അടൂർ പ്രകാശ് കടന്നു വരും. ഇപ്പോൾ ഏറ്റവും അവസാനം കടന്നു വന്നിരിക്കുന്നത് KC വേണുഗോപാലാണ്. ഇവരുടെ എല്ലാം വിചാരം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അങ്ങ് പ്രഖ്യാപിക്കും. അതിപ്പോൾ കോൺഗ്രസിന്റെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഭാവി പ്രധാനമന്ത്രി, ഭാവി മുഖ്യമന്ത്രി, അങ്ങനെ കുറേ നേതാക്കൾ അങ്ങനെ ജീവിച്ചു പോവുകയാണ്. വിജയിക്കാനുള്ള സാധ്യതയില്ല. കാരണം കുറച്ച് നാളുകളായി തന്നെ 3-4 തെരഞ്ഞെടുപ്പുകളായി തന്നെ രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി ആയിരിക്കുന്നു, രമേശ് ചെന്നിത്തല ഭാവി മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ഇനി എത്ര നാളാണ് ഇവർ ഇങ്ങനെ പോകുന്നത്? അതിനിടയിലേക്കാണ് KC വേണുഗോപാലും കയറി വന്നിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലൊന്നും വലിയ പ്രതീക്ഷയില്ല. ആസാമിലും പ്രതീക്ഷ നഷ്ടപ്പെടുന്നു. തമിഴ്നാട്ടിലാണ് ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ. അവിടെ DMK-ക്ക് വലിയ സ്വാധീനമുണ്ട്. പക്ഷെ നിലവിലെ ഒരു ആന്ധ്ര മോഡൽ രാഷ്ട്രീയം തമിഴ്നാട്ടിലേക്ക് രൂപപ്പെടുത്താൻ BJP ലക്ഷ്യമിടുകയാണ്. അണ്ണാ DMK, അതോടൊപ്പം തന്നെ വിജയുടെ TVK, BJP അടക്കമുള്ള വലിയൊരു മഴവിൽ സഖ്യമുണ്ടാക്കി DMK എന്ന പാർട്ടിയെ തറപറ്റിക്കുക. അതായിരുന്നു ആന്ധ്ര മോഡൽ. YSR കോൺഗ്രസിന് എന്ന സംഘടനാ സ്വാധീനമുള്ള ഒരു പാർട്ടിയെ പൂർണ്ണമായി തന്നെ TDP, പ്രജാ പാർട്ടി, പവൻ കല്യാണിന്റെ പാർട്ടി, അതോടൊപ്പം തന്നെ BJP 3 പാർട്ടികളും യോജിച്ച് ഒറ്റക്കെട്ടായി നിന്ന് വലിയ പാർട്ടിയെ തകർക്കുക എന്നതാണ് അന്ന് നാം കണ്ടത്. അപ്പോൾ അതേ രീതിയിലേക്കാണ് തമിഴ്നാട് രാഷ്ട്രീയത്തെയും BJP കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത്. മഴവിൽ സഖ്യമുണ്ടാക്കി DMK, അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണി ഭരിക്കുന്ന ആ സർക്കാരിനെ താഴെ ഇറക്കുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആസാമിലും തമിഴ്നാട്ടിലും കേരളത്തിലും കോൺഗ്രസ് അധികാരത്തിൽ വരാനുള്ള സാധ്യത ചുരുങ്ങുകയാണ് ഓരോ ദിവസവും കഴിയുന്തോറും. മറിച്ച് ബീഹാറിൽ വിജയിക്കുകയായിരുന്നെങ്കിൽ പല സംസ്ഥാനങ്ങളിലും ആസാമിലും കേരളത്തിലെല്ലാം വലിയ രീതിയിൽ ഉണർവ് നൽകുമായിരുന്നു. ബീഹാറിൽ BJP തറപറ്റിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലേക്കും അതോടൊപ്പം തന്നെ ആസാമിലേക്കും തമിഴ്നാട്ടിലേക്കുമെല്ലാം വളരെ വേഗത്തിൽ തങ്ങൾക്ക് കടന്നു കയറാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഈ അണികൾക്കുണ്ടാകും. അണികളുടെ ആത്മവിശ്വാസക്കുറവാണ് ഈ പരാജയങ്ങൾക്കെല്ലാം കാരണം. രാഹുൽ ഗാന്ധി ഒരു പാർട്ട് ടൈം രാഷ്ട്രീയക്കാരനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. പൂർണ്ണമായി അദ്ദേഹം ഇന്ത്യയിൽ നിൽക്കുന്നില്ല, പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. ഏതെങ്കിലും പാർലമെന്റ് സമ്മേളനം വരുമ്പോൾ അവിടെ വന്ന് ഒരു പ്രസംഗം നടത്തും, പിന്നീട് അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അദ്ദേഹം പോവുകയാണ്. പിന്നെ അദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്, ഏത് വഴിയാണ് പോകുന്നത്, ആരെയാണ് കാണുന്നത്, എന്തിനാണ് കാണുന്നത്, ഒരു വിവരവും കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.